ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടിരിക്കുന്ന ഒരു റിവ്യൂ ആയിട്ടാണ്. ബേസിൽ ജോസഫ് ആൻഡ് ലിജോ മോൾ അഭിനയിച്ചിട്ടുള്ള പൊന്മാൻ എന്ന മൂവിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പൊന്മാൻ എന്ന മൂവി പേര് പോലെ തന്നെ പൊന്ന്, ഗോൾഡിനെ സംബന്ധിച്ച് തന്നെയാണ് ഈ ഒരു മൂവി ചെയ്തിട്ടുള്ളത്. ഈ മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ GR ഇന്ദുഗോപന്റെ ഒരു നോവൽ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ മൂവി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിയുടെ കഥയും സംഭാഷണവും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻട്രസ്റ്റഡ് ആക്കുന്ന രീതിയിൽ തന്നെയാണ്. അങ്ങനെ ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു മൂവി തന്നെയാണ്. മസ്റ്റ് വാച്ച് മൂവിയാണ്. അതുപോലെ തന്നെ ബേസിലിന്റെ ക്യാരക്ടറിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ട് തന്നെയാണ് ബേസിൽ ഈ ഒരു മൂവിയിൽ നമുക്ക് കാണാൻ സാധിക്കും. PP അജീഷ് എന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എത്തുക. കല്യാണ പെണ്ണുങ്ങൾക്ക് ഗോൾഡ് എടുക്കാൻ, ജ്വല്ലറിയിൽ പോയി എടുക്കാൻ സാധിക്കാത്ത വീട്ടുകാർക്കൊക്കെ ഗോൾഡ് കൊടുത്ത് പിറ്റേ ദിവസം പിരിവ് കാശ് വെച്ചിട്ട് ബാക്കിയുള്ള ഗോൾഡ് തിരിച്ചെടുക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോസസ്സിലൂടെ പോകുന്ന ഒരാളായിട്ടാണ് നമുക്ക് ഈ ഒരു മൂവിയിൽ അജീഷിനെ കാണുക. ഈ ഒരു മൂവി കൊല്ലംകാരെ ആസ്പദമാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കൊല്ലത്തെ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഉണ്ടാവുമോ എന്ന് നമുക്ക് തോന്നും. കാരണം ഈ ഒരു ഈ ഒരു മൂവിയിലെ നായിക സ്റ്റെഫി എന്നുള്ള ഒരു പേരും, അതുപോലെ തന്നെ വില്ലൻ അല്ലെങ്കിൽ പോലും ഒരു വില്ലത്തരം കയ്യിലുള്ള ഒരു ആളായിട്ടാണ് ഈ സ്റ്റെഫിയുടെ ഹസ്ബൻഡായി എത്തുന്ന മരിയാനോ, അതുപോലെ തന്നെ ഈ സ്റ്റെഫിയുടെ ബ്രദറായി എത്തുന്ന ബ്രൂണോ. ഈ ഒരു പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകത തോന്നും അല്ലെ. ഈ ഒരു മൂവിന്റെ നോവലിലും ഇതേ പേരുകൾ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് അവർ സിനിമയിലേക്കും അതേ പേരുകൾ തന്നെ എടുത്തിട്ടുള്ളത്. പണ്ട് കാലത്ത് പോർച്ചുഗീസുകാർ എവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയുള്ള പേരുകളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അതിൽ കുറച്ചെങ്കിലും പേരെ ഇൻഫ്ലുവൻസ് ആവുകയും കുറച്ച് പേരൊക്കെ അതേപോലുള്ള പേരുകൾ ഇടുകയും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ പേരുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ സ്റ്റെഫി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് ബോൾഡായിട്ടുള്ള ഒരു ലേഡിയാണ്. അവരുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ വരുന്നു, എന്നാലും അവരത് തരണം ചെയ്യാൻ നോക്കുന്നതും. അതുപോലെ തന്നെ PP അജേഷ് എന്ന് പറയുന്ന ബേസിലിന്റെ ക്യാരക്ടറിനെ ഈ സ്റ്റെഫിയും അതുപോലെ തന്നെ ബ്രൂണോയുടെ അമ്മയും ചേർന്നിട്ട് പറ്റിക്കുകയല്ല, അവരുടെ സാഹചര്യങ്ങൾ അജേഷിന് നേരെ വരികയോ ഒക്കെ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു മൂവി. എങ്കിലും ഈ സ്റ്റെഫി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ബ്രദറായിട്ട് ബ്രൂണോ ആയിട്ട് എത്തുന്നത് ആനന്ദ് മന്മഥനാണ്. ആനന്ദ് മന്മഥൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഒരു മൂവിയിൽ ബ്രൂണോ എന്ന ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. ബ്രൂണോ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പൊട്ടൻ എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം അമിതമായ പാർട്ടി സ്നേഹവും അതുപോലെ തന്നെ വീട്ടുകാരോടുള്ള ഒരു ആത്മാർത്ഥതയില്ലായ്മയും, ഒന്നിനും ഒരു താല്പര്യമില്ല, എന്നാൽ പാർട്ടിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളായിട്ടുമാണ് ഈ ഒരു മൂവിയിൽ ബ്രൂണോനെ കാണിച്ചിട്ടുള്ളത്. അവൻ വീട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും അവൻ ചെയ്യുന്ന പല കാര്യങ്ങൾ കൊണ്ടും വീട്ടുകാർക്കും പാർട്ടിക്കാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ടും നമുക്ക് കാണാം. അങ്ങനെയുള്ള ചിലരെങ്കിലും നമ്മുടെ ചുറ്റുപാട് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റബിൾ ആയി തോന്നുന്ന ചില സാഹചര്യങ്ങൾ ഈ മൂവിയിൽ കാണാൻ സാധിക്കും. ജോലിയിൽ ഭയങ്കര ആത്മാർത്ഥതയുള്ള ഒരാളായിട്ടാണ് PP അജേഷ് എത്തുന്ന ഈ ഒരു മൂവിയിൽ. ഈ ബ്രൂണോ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു മോട്ടിവേഷൻ സ്പീച്ച് കൂടി നമ്മുടെ ഈ ബേസിൽ ജോസഫ് കൊടുക്കുന്നുണ്ട്. അത് ഈ ഒരു കാലഘട്ടത്തിൽ എന്തായാലും ചിലർക്കെങ്കിലും ആവശ്യം വരുന്ന ഒരു മോട്ടിവേഷൻ തന്നെയായിരുന്നു. ഭയങ്കര രസകരമായി തന്നെ തോന്നി. നമുക്ക് കുറച്ച് റിലേറ്റബിൾ ആയിട്ടുള്ള പല സാഹചര്യങ്ങളും ഈ ഒരു മൂവിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മൾ കുറച്ച് ക്യൂരിയോസിറ്റിയോടുകൂടി ഈ ഒരു മൂവി ഫുള്ള് കാണും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. ഈ മൂവി കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, കാണാത്തവരുണ്ടായാലും എന്തായാലും തീർച്ചയായും കാണുക. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഒരു മൂവി നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു റിവ്യൂ പറയുമ്പോൾ എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. ഈ ആളാണ് നെഗറ്റീവ് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളൂ. എവർക്കും പ്രിയപ്പെട്ടവനല്ലാത്ത സീക്രട്ട് ഏജന്റിന്റെ ഒരു നെഗറ്റീവ് ഷോ ഉണ്ടായിരുന്നു. അത് കാണുമ്പോഴത്തേന് ഈ ആളെ എങ്ങനെയാണ് ഈ ഒരു മൂവിനെ ഇത്രയും നെഗറ്റീവായിട്ട് കണ്ടത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചിന്തിച്ചു പോകും. അവർ തമ്മിൽ എന്തോ പേഴ്സണൽ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണോ ബേസിൽ ഇത്രത്തോളം നെഗറ്റീവുകൾ പറയുന്നത് എന്ന് തോന്നും. നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയുക. എന്തെങ്കിലും ഒരു പേഴ്സണൽ ഗഡ്ജ് ഉണ്ടായിട്ട് അതിനെ നെഗറ്റീവ് ആക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ സീക്രട്ട് ഏജന്റിന്റെ ഈ ഒരു ടോക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കണ്ടിട്ടുള്ളവരെന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അടിപൊളി മൂവി തന്നെയാണ് പൊന്മാൻ. എന്തായാലും കാണാം. അപ്പോൾ അതുവരെ